നമ്മളൊരു പുതിയ കാറ് വാങ്ങുന്ന സമയത്ത് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് അതൊരു ഇലക്ട്രിക് കാറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചോദ്യങ്ങൾ പലതായിരിക്കും. ഇത് കൊച്ചി ടു തിരുവനന്തപുരം വരെ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ കാലിക്കറ്റ് ടു കൊച്ചി വരെ ട്രാവൽ ചെയ്യാൻ പറ്റുമോ, സർവീസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ശരിക്കും EV പ്രോഫിറ്റബിൾ ആണോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ടായിരിക്കും. അതിനൊക്കെ ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന തരത്തിലൊരു ബ്രാൻഡിനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ബ്രാൻഡല്ല കേട്ടോ, ഒരു വലിയ ബ്രാൻഡാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു കാര്യം പറയാം, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ബ്രാൻഡ് ഒരു കാറ് സെല്ല് ചെയ്യാൻ മാത്രമല്ല ചെയ്യുന്നത്. അവർ നമുക്ക് വിശ്വസിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാലം സർവൈവ് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ എൻവിറോൺമെൻറ്റിനെ കൂടി സൃഷ്ടിക്കുകയാണ്. ഈ ബ്രാൻഡിൻ്റെ പേരാണ് വിൻഫാസ്റ്റ്. ആദ്യം ഞാൻ ഈ ബ്രാൻഡിനെ കുറിച്ച് പറയാം. നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയണമല്ലോ. ഞാനൊരിക്കൽ വിയറ്റ്നാം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് വിൻ ഗ്രൂപ്പിനെ കുറിച്ച് കേൾക്കുന്നത്. അവർക്ക് വിൻ മ്യൂസിയം ഉണ്ട്, വിൻ സൂ ഉണ്ട്, വിൻ ഫാസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു വലിയ വെനീസ് പോലത്തെ ഒരു വലിയ വിൻ സിറ്റി ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ പഠനത്തിൽ നിന്നാണ് വിൻ ഫാസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കുന്നത്. അവർ ആ സമയത്ത് ഇവിടെ നമ്മുടെ നാട്ടിൽ ചെന്നൈയിൽ ഇവരൊരു പ്ലാന്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വിയറ്റ്നാമിൽ പോയി നോക്കുന്ന സമയത്ത് ഇവർക്ക് സ്വന്തമായിട്ടൊരു വലിയ നെറ്റ്വർക്ക് തന്നെയാണ് അവിടെ. അതായത് ഇവരുടെ ഓൺ ടാക്സി ആപ്ലിക്കേഷനുകളുണ്ട്, ഓൺ ഫ്ലീറ്റ് സർവീസുകളുണ്ട്. അങ്ങനെ വിയറ്റ്നാം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് വിൻഫാസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ബ്രാൻഡും വിൻഫാസ്റ്റ് തന്നെയാണ്. അവരങ്ങനെ ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ച സമയത്ത് കേവലം വെറുതെ ഇങ്ങോട്ട് വരിക, കുറച്ച് കാറ് വിൽക്കുക എന്നതിലുപരി അവരൊരു വലിയ എൻവിറോൺമെൻറ്റ് ഇവിടെ സൃഷ്ടിച്ചു. 3S: സെയിൽസ്, സർവീസ് ആൻഡ് സ്പെയർ. അതായത് ജസ്റ്റ് സെയിൽ ചെയ്യുക മാത്രമല്ല, അതിന് വേണ്ട എല്ലാ എൻവിറോൺമെൻറ്റും സെറ്റ് ചെയ്തു. മാത്രമല്ല കാസ്ട്രോളിനെ പോലെ, മൈ TVSനെ പോലെയുള്ള വലിയ വലിയ ആളുകളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് സർവീസിൻ്റെ കാര്യത്തിൽ സുതാര്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ്. അതാണ് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അവർ ചെയ്തത്. മാത്രമല്ല ഇനി ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ മീനല്ല. വിയറ്റ്നാം മുഴുവനും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലും മുഴുവനും നെറ്റ്വർക്കുള്ള ഒരു വലിയ ബ്രാൻഡ് തന്നെയാണ്. ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് പ്രധാനമായിട്ടും ഇന്ത്യക്കാർ പേടിച്ചുകൊണ്ടിരുന്ന 3 കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടാണ് വിൻഫാസ്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഒന്നാമത്തത് വെഹിക്കിൾ വാറണ്ടി. 10 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ വെഹിക്കിൾ വാറണ്ടി വിൻഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേ സാധനം തന്നെ ബാറ്ററിക്കും തരുന്നുണ്ട്. 10 വർഷം അല്ലെങ്കിൽ 2 ലാക്ക് കിലോമീറ്റേഴ്സ് എന്നുള്ളത്. വേറൊരു വലിയ പ്രശ്നം ആളുകൾക്ക് ഇലക്ട്രിക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റീസെയിൽ വാല്യൂ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. 75% കുറയാത്ത റീസെയിൽ വാല്യൂ വിൻഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഈ 3 വലിയ പേടികൾ അഡ്രസ്സ് ചെയ്താണ് വിൻഫാസ്റ്റ് വാഹന വിപണിയിലേക്ക്, അതായത് ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവർ കൊണ്ടുവന്ന മോഡലുകളെയും ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡലായിരുന്നു VF6. ഇതൊരു അർബൻ SUV, അതായത് സിറ്റി കമ്മ്യൂട്ടിനൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ്. 468 കിലോമീറ്റർ ദൂരം ഒറ്റ ചാർജിൽ നമുക്ക് ഈ ഒരു വാഹനമായിട്ട് സഞ്ചരിക്കാൻ പറ്റും. നല്ല പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്, മിനിമൽ ഇൻറ്റീരിയറാണ്, കുറച്ചുകൂടി കാണാൻ ഭയങ്കര സ്റ്റൈലിഷാണ്, ഭയങ്കര അട്രാക്റ്റീവാണ്. അതായത് ഒരു ആർക്കിടെക്റ്റ് റീസെൻ്റ്ലി വിൻഫാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അയാളോട് ഞാനത് എടുക്കാണ്ടായ റീസൺ എന്താണെന്ന് വെച്ചപ്പോൾ അയാൾ ആദ്യം പറഞ്ഞത് ഇതിൻ്റെ ലുക്ക് എന്നാണ്. ആർക്കിടെക്ട്സ് എപ്പോഴും ലുക്കാണല്ലോ നോക്കുക. സോ അവരുടെ കണ്ണിൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കുറച്ചുകൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ മികവിലാണ് വിൻഫാസ്റ്റ് വന്നത്. ആ ഒരു ഫ്രണ്ടിലത്തെ V ഷേപ്പ് ലോഗോ ഒക്കെ ഇല്ലേ, കുറച്ചുകൂടി ഒരു യുണീക്ക് ഫീൽ തരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്തും ക്വാളിറ്റിയാണ്, നല്ല പ്രീമിയം ആണ്, കിഡിലുണ്ട്. ഒരു അർബൻ SUV, സിറ്റി ട്രാഫിക്കിന് അടിപൊളിയാണ്. സോ അവരുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് VF6 ആയിരുന്നു. കുറച്ചുകൂടി പെർഫോമൻസ് വേണം, കുറച്ചുകൂടി ബോൾഡ് ലുക്ക് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിൻഫാസ്റ്റ് രണ്ടാമത് ഇറക്കിയ മോഡലായിരുന്നു VF7. ആക്ച്വലി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 354 ഹോഴ്സ് പവർ ഇത് ഉൽപ്പാദിപ്പിക്കും. 5.8 സെക്കൻഡ് കൊണ്ട് 0 to 100 ടച്ച് ചെയ്യും. അങ്ങനെ കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് വാഹനമാണ്. കാണാൻ കുറച്ചുകൂടി ബൾക്കിയാണ്, വലിയ SUV ആണ്. ഫ്രണ്ട് ഭാഗം ഏറെക്കുറെയൊക്കെ സെയിം തന്നെയാണ്. നേരത്തെ പറഞ്ഞ ഡിസൈൻ ഹൈലൈറ്റുകളൊക്കെ ഭയങ്കര സ്ലീക്ക്, മോഡേൺ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻറ്റീരിയർ, അതായത് ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയർ, മിനിമൽ ഇൻറ്റീരിയർ, അതല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തും വന്നിട്ടുണ്ട്. സോ കുറച്ചുകൂടി പെർഫോമൻസ് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഈ വാഹനം വാങ്ങാം. ഇനി 7 സീറ്റർ വേണം, വലിയ ഫാമിലിയാണ്, ഒരുപാട് ആൾക്കാർ ഇരിക്കണം, അവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു വാഹനമാണ് MPV7, അതായത് VF6 MPV7. ഇതൊരു 7 സീറ്ററാണ്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ സെയിം VF7 പോലെ തന്നെയാണ്, പക്ഷേ 7 സീറ്ററാണ് എന്നുള്ളത്. അപ്പോൾ വലിയ വണ്ടി വേണ്ടവർക്ക് അതും അവൈലബിൾ ആണ്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു വലിയ ടോപ്പിക്കാണ്.
വിൻഫാസ്റ്റ് വാങ്ങണോ ഐസ് എൻജിൻ വാങ്ങണോ, അതായത് നോർമൽ പെട്രോൾ ഡീസൽ കാറുകൾ വാങ്ങണോ, വിൻഫാസ്റ്റ് കാർ വാങ്ങണോ, അത് വേണമെങ്കിൽ EV കാർ വാങ്ങണോ ഐസ് കാർ വാങ്ങണോ എന്നുള്ളതിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വിൻഫാസ്റ്റിൻ്റെ അഡ്വാൻറ്റേജാണ്. സോ ഒന്നാമത്തെ കാര്യം റണ്ണിങ് കോസ്റ്റാണ്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ പെട്രോളിൻ്റെ കോസ്റ്റ് എത്രയാണ്, ഡീസലിൻ്റെ കോസ്റ്റ് എത്രയാണ്, അത് കുറച്ച് കഴിഞ്ഞാൽ കൂടാൻ പോവുകയാണെന്നുള്ള റൂമേഴ്സൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഐസ് എൻജിൻ്റെ റണ്ണിങ് കോസ്റ്റ് വളരെ കൂടുതലാണ് അല്ലേ. അത് പെട്രോളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ആ ഒരു പ്രൈസ് ഹൈക്കിനെ ബാധിക്കും. എന്നാൽ വിൻഫാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ വി ഗ്രീൻ എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് അടുത്ത മാർച്ച് 2031 വരെ ഫ്രീ ആണ്. അതായത് ഇപ്പോൾ വണ്ടി എടുക്കുന്നവർക്ക് അടുത്ത 5 കൊല്ലത്തേക്ക് ഫ്രീ ആയിട്ട് ഇവരുടെ വി ഗ്രീൻ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. ഒരു പൈസയും കൊടുക്കേണ്ട. അപ്പോൾ റണ്ണിങ് കോസ്റ്റ് ആക്ച്വലി 0 ആണ്, സ്ഥിരമായിട്ട് ഇവരെ ചാർജിങ് സ്റ്റേഷനിൽ തന്നെ ചാർജ് ചെയ്യണമെങ്കിൽ അല്ലേ. ഇനി രണ്ടാമത്തെ കാര്യം മെയിൻ്റനൻസിലേക്ക് വരുന്ന സമയത്ത് ഒരു ഐസ് എഞ്ചിനാണെങ്കിൽ നമുക്ക് നോർമലി ഫിൽറ്റേഴ്സ് ചേഞ്ച് ചെയ്യണം, ഓയിൽ റെഗുലർ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെ കുറേ മെയിൻ്റനൻസ് കാര്യങ്ങൾ വരും. എന്നാൽ വിൻഫാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് വിൻഫാസ്റ്റ് നമുക്ക് 3 വർഷത്തേക്ക് അല്ലെങ്കിൽ 36,000 കിലോമീറ്റർ വരെ ഫ്രീ മെയിൻ്റനൻസ് ആണ്. അതിൻ്റെ എന്ത് മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാലും ഇവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു വാഹനത്തിനകത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോക്കുന്നത് ഡ്രൈവ് ക്വാളിറ്റിയാണല്ലേ. സോ ഐസ് എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് കുറേ കാര്യങ്ങൾ, അതെല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞാണ്, പക്ഷെ ഒന്നും കൂടി പറയാം. വൈബ്രേഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ നോയ്സും കാര്യങ്ങളുണ്ടായിരിക്കും. എൻജിൻ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുനിന്ന് ഈ AC-ൻ്റെ ഉള്ളിലൂടെ ഓയിലിൻ്റെ സ്മെല്ല് കാര്യങ്ങൾ വരും, അത് ഒമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കും. അങ്ങനെ കുറേ സാധനങ്ങൾ ഐസ് എഞ്ചിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത്, ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതൊന്നുമില്ല. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ഇൻറ്റീരിയർ ആയിരിക്കും. വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി ഇതിൻ്റെ വെൻറ്റിലേഷനും ഇനി ഇതിൻ്റെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള നോയ്സുകൾ കേൾക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ക്യാബിൻ എക്സ്പീരിയൻസ് ആക്ച്വലി ഇതിനകത്ത് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. മറ്റൊന്നാണ് അപ്ഗ്രേഡ് സപ്പോർട്ട്. അപ്പോൾ ഐസ് എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് അത് സ്റ്റാൻഡേർഡ് ട്രേഡ് വാല്യൂ അനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അത് വിൻഫാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഐസ് എഞ്ചിനിൽ നിന്ന് EV-ലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അപ് ടു 1.3 ലാക്ക് വരെ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും എന്നുള്ളതാണ്. സോ വിൻഫാസ്റ്റ് എടുക്കണോ ഐസ് എഞ്ചിൻ എടുക്കണോ എന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു കാര്യം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, വിൻഫാസ്റ്റ് ആക്ച്വലി നമ്മളെ പോക്കറ്റിനും ലാഭം ഉണ്ടാക്കുന്നുണ്ട്, പ്ലാനറ്റിനും ലാഭം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ, എന്നാൽ വേറെ ഒരു ഓട്ടോമോട്ടീവ് നെറ്റ്വർക്കിലും കാണാത്ത ഒരു സാധനം ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു സീഡ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാം. അതായത് ഇപ്പോൾ നമ്മളൊരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ഇടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വിൻഫാസ്റ്റിൽ വന്നു VF6 VF7 ടെസ്റ്റ് ഡ്രൈവ് ഇട്ട് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന 2 കാര്യമാണ്. ഒന്ന്, മിയാവാക്കി മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇവരൊരു ട്രീ പ്ലാന്റ് ചെയ്യും, ഒരു മരം നടും. ഒരു ടെസ്റ്റ് ഡ്രൈവിന് ഒരു മരം നടും. അതായത് ഇവരൊരു വലിയ നേച്ചർ അല്ലെങ്കിൽ ഒരു വലിയ പ്ലാനറ്റ് ബിൽഡ് ചെയ്യാണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട്. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മരം നടും. അടിപൊളി കൺസെപ്റ്റ് അല്ലേ. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളെ സൗകര്യമോ അല്ലെങ്കിൽ നമ്മളെ സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് പ്രകൃതിക്ക് വേണ്ടിയിട്ട് ഒരു മരം നടാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഇത് നട്ടു വളർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ വിൻഫാസ്റ്റിൽ വരിക, ഒരു ടെസ്റ്റ് ഡ്രൈവ് ഇടുക, ഇവരൊരു മരം അവിടെ നട്ടോളും. ഇവരതിനൊരു ഏരിയ ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായത്. രണ്ടാമത്തത്, നീഡഡ് ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഓർഫൻ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഭക്ഷണ പൊതിയും കൊടുക്കും എന്നുള്ളതാണ്. പൊതിച്ചോറ്, വെരി നൈസ്. അത് ഈ 2 പദ്ധതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി ഒറ്റ പദ്ധതിയാണ്, സീഡ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന, അതായത് ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ആശയം, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആണ്. അതായത് ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞല്ലോ, വിൻഫാസ്റ്റ് എന്ന് പറയുന്ന കമ്പനി കേവലം കാറ് വിൽക്കുക മാത്രമല്ല ചെയ്യുന്നത്. 3S ഉണ്ട്, ഒപ്പതാ ഒരു S അല്ലെങ്കിൽ ഒരു H അല്ലേ, ഒരു ഹ്യൂമൻ സാധനം അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റി സാധനം ഇവരിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഹാറ്റ്സ് ഓഫ് ടു വിൻഫാസ്റ്റ്. അതൊരു ഗംഭീര സാധനമായി. എല്ലാ ഡീലർഷിപ്പും എല്ലാ ബ്രാൻഡും അത് ഏറ്റെടുക്കട്ടെ. അതൊരു വലിയ വിപ്ലവമായിട്ട് മാറട്ടെ. ഞാൻ ഇന്ന് തന്നെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഇടുന്നുണ്ട്, ഒരു മരം എൻ്റെ പേരിലും ഇവിടെ ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മരം നടട്ടെ എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്ത് നമ്മൾ ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവിന് എടുത്തിരിക്കുകയാണ്. 2 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, ഇത് ഭയങ്കര പഞ്ചി പോലത്തെ ഒരു ഫീൽ ഉണ്ട്. വെച്ചാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ഗ്രൗണ്ടഡാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഒരു EV വണ്ടി ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് ഫ്രണ്ട് ലിഫ്റ്റായിട്ട് ഒരു ചെറിയ ഫ്രീ മൂവ്മെൻറ്റ് ഇട്ടാറുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിനകത്തൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഫ്രീ, ആ സാധനം കുറച്ച് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കൺട്രോൾഡ് ആണ് വണ്ടി എന്നുള്ളൊരു തോന്നലുണ്ട്. വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ക്യാമറ വ്യൂ ഉണ്ട്, അതായത് അണ്ടർ ബോഡി കാണുന്ന. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇൻവിസിബിൾ ക്യാമറ പോലെ 4 ടയർ മാത്രം പോകുന്നത് കാണാം. അത് സാധാരണ ഇതിൽ ഓഫ് റോഡിനൊക്കെ ഉണ്ടാവാറുള്ളതാണ്, പക്ഷേ ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് രസമായിട്ട് തോന്നി. കാരണം ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് VF7 ആണ്, ഇത് ഓൾ വീൽ ഡ്രൈവ് ആണ്. സോ ആ ഒരു റിയർ പുഷും അത്യാവശ്യം നല്ലതാണ്. അപ്പം മൊത്തത്തിൽ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര സുഖമുള്ളൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നി. നല്ല ഗ്രൗണ്ടഡ് ആണ്, പ്രീമിയം ആണ്. ഹെഡ് അപ്പ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ
നട്ടുച്ച വെയിലത്തും എനിക്ക് റീഡബിളാണ്. അത് കാരണം ആ ഷെയ്ഡ് ഒരു വെറൈറ്റി ഉണ്ട്, ഒരു വൈറ്റ് അല്ല കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് കുറച്ചും കൂടി അഗ്രസീവ് ഫീൽ കിട്ടുന്നുണ്ട് കാണുമ്പോൾ. സോ ടോട്ടലി നല്ല വണ്ടിയാണ്. പക്ഷേ VF7 ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ബൾക്കി വണ്ടിയാണ്, നല്ല റോഡ് പ്രസൻസ് ഉണ്ട്, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്, ബട്ട് സ്റ്റിൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ട് തോന്നി. അപ്പോൾ ഏതായാലും കേരളത്തിൻ്റെ റോഡുകളൊക്കെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല നല്ല വണ്ടികൾ വേണം. കാരണം ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ച് നല്ല വണ്ടികൾ വേണം. സോ വലിയ വലിയ ബ്രാൻഡുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് വിൻഫാസ്റ്റ്. അവർ നല്ല വണ്ടികൾ ഇവിടെ ബിൽഡ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വലിയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വലിയ പ്രോസസ്സിൻ്റെ ഭാഗവും ആവുകയാണ്. അതായത് ഒരു മരം നടുന്നു, നീഡറായിട്ടുള്ള ഒരാളെ നമ്മൾ ഫീഡ് ചെയ്യുന്നു. സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ചാരിറ്റി പ്രവർത്തനം പോലും കൂടിയാണ് എന്നുള്ളതാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. സോ എന്തായാലും നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള വിൻഫാസ്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക, വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഇടുക. ടെസ്റ്റ് ഡ്രൈവ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ വണ്ടി ഇഷ്ടപ്പെടും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു വണ്ടിയാണ്. മൂന്നിൻ്റെയും പ്രൈസ് VF6 ഏകദേശം 20 to 24 lakh rupees-നിടയിലാണ് വരുന്നത്. അത് അടുത്തയിലേക്ക് വരുന്ന സമയത്ത് ഒരു 31 വരെ വരും. MPV-ലേക്ക് വരുന്ന സമയത്ത്, അതായത് നമ്മൾ MPV7 7 സീറ്ററിലേക്ക് വരുന്ന സമയത്ത് ഒരു 35 ആ ഒരു പ്രൈസ് റേഞ്ചിലേക്കാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസുകൾ വരുന്നത്. ഇനി MPV7 അതായത് 7 സീറ്റർ വേണ്ട ആൾക്കാർക്ക് 29.9 lakh rupees ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലർഷിപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ winfast.auto.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കയറി നോക്കിയാൽ നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള വിൻഫാസ്റ്റിൻ്റെ ഷോറൂം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ പോയി ടെസ്റ്റ് ഡ്രൈവ് ഇടാം. മരം നടലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ നടന്നോളും എന്നുള്ളതാണ്. സോ എന്തായാലും നമ്മൾ പറഞ്ഞത് വളരെ വലിയൊരു ബ്രാൻഡ്, ആ ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കേവലം കാർ സെല്ലിംഗ് എന്നുള്ള രൂപത്തിൽ മാത്രമല്ല വന്നപ്പോൾ അവർ കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ്സ്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം ഹ്യൂമനിറ്റേറിയൻ സൈഡായിട്ട് അവർ ഇംപ്ലിമെൻ്റ് ചെയ്ത വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം കൂടി ചേർത്തിട്ടാണ് വിൻഫാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ്, വിൻ ഗ്രൂപ്പ് ഇന്ത്യയിലേക്ക് വന്നത്. സോ ഇന്ത്യയിൽ അടുത്ത സക്സസ് ആവുന്ന ഒരു ബ്രാൻഡ് എന്ന് തന്നെ ഇതിന് വിശേഷിപ്പിക്കാം. അങ്ങനെ സക്സസ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.